ഈ അടുത്തിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളിലല്ല അദ്ദേഹം പഠിച്ചത്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ആളാണ് വി ശിവൻകുട്ടി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ഈ ചോദ്യങ്ങൾ BJP യോട് ചോദിക്കാം, കോൺഗ്രസിനോട് ചോദിക്കാം. തുടക്കത്തിൽ പറഞ്ഞത് CPM-ൻ്റെ നേതാക്കന്മാരുമായിട്ടല്ല, പ്രവർത്തകരുമായിട്ട് സ്നേഹം തന്നെയാണെന്ന് പറഞ്ഞു. ഏത് വിഷയം വന്നാലും 4-5 ദിവസം അതവിടെ നിൽക്കും. എമ്പുരാൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. കാര്യം 2 തുടക്കം ഒടുക്കം പ്ലാൻഡ് ആയിരുന്നു, അതിനകത്ത് ഫില്ല് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ ഇട്ടു എന്നാണ് ഇപ്പം പുതിയൊരു സാധനം. കാര്യം നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എൻ്റെ ചോദ്യം എന്താ അറിയോ, സയ്യിദ് മസൂദിൻ്റെ കഥയാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ആ സിനിമയുടെ തുടക്കവും അതിൻ്റെ അവസാനവും അത് കണക്റ്റഡാണ് അല്ലേ? അതിന് നടക്കുന്ന സംഭവങ്ങളും അതിൻ്റെ തുടക്കവും അവസാനവും തമ്മിൽ ബന്ധമില്ല. ആ സിനിമ കണ്ട് കഴിയുമ്പോൾ ബന്ധമില്ല, പക്ഷെ അടുത്തൊരു സിനിമയിലേക്ക് അവരത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ മേക്കിംഗ്, അവരുടെ ആൾക്കാരുടെ റൈറ്റാണ്, അവരുടെ താല്പര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു സിനിമയിൽ കാണുമ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആദ്യം പറയുന്നുണ്ട്. അതിന് ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ ഇല്ലെങ്കിലും ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമ പൂർണ്ണമാണ് അല്ലേ? അപ്പൊ പിന്നെ മറ്റെന്തോ കാര്യങ്ങൾ ഇവിടെ വന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞത് അതൊന്നും എന്റെ വിമർശനം. ശരിക്കും രാഷ്ട്രീയം മാത്രം എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അല്ല, അത് ശരിക്കും ഏതാണ് നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തിരഞ്ഞെടുക്കും? അല്ലല്ല, ഇപ്പോ അത് സത്യം പറഞ്ഞ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നാലും ആധികാരികമായിട്ടേ അല്ല, ഇപ്പൊ എന്നെ ആൾക്കാർ രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ, വാന നിരീക്ഷകൻ, സാംസ്കൃതിക നിരീക്ഷകൻ, കാലാവസ്ഥ നിരീക്ഷകൻ, ഇങ്ങനെയൊക്കെ പല പേരുകൾ വിളിക്കുന്നുണ്ട്. അതെ. അപ്പം ഞാൻ പറയുന്നത്, ഇത് എനിക്ക് മാത്രമുള്ള പേര് വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നില്ലേ? ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുക, ഇന്ന് മഴ പെയ്യുമോ? ഇദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു സോഷ്യൽ വിഷയത്തിനെ പറ്റി പറയുകയാണ്, ശബരിമല വിഷയം, എന്താ താങ്കളുടെ അഭിപ്രായം? പറയും. അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരില്ല അല്ലേ? പിന്നെ കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാ, കാക്കയാണോ കൊക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് പറയാനായിട്ട് ഒരാളിനൊരു അവസരം കിട്ടുമ്പോൾ അയാളെ ട്രോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് വേറെ കാര്യം, നിരീക്ഷകന്മാർ ഒരുപാട് പേരെ നമ്മൾ ഇതിനോടൊപ്പം കണ്ടിട്ടുണ്ട്. പക്ഷേ ശ്രീജിത്ത് പണിക്കരൊക്കെ ഒരു സ്പേസ് ഇവിടെ നമ്മൾ കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓതൻറ്റിക്കായിട്ട് പറയുന്നു, റെഫറൻസ് ഉണ്ട്, ഫാക്ട്സ് വെച്ചിട്ടാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയാണ് ഇതൊക്കെ എന്താ സോഴ്സ്? ഇതിന് നമുക്കൊരു റിസർച്ച് ടീം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ടീമും ഇല്ല. ഇതൊക്കെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മെനക്കെടാത്തതിൻ്റെ കാരണം ഞാൻ പറയും. നമ്മുടെ നാട്ടിൽ ഇന്നും ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെമ്പറാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫ്രൂട്ടിക്കകത്തിൽ ആരുടെയോ എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് ചേർന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ആരോ ഉണ്ട് അല്ലേ? കുർക്കുറെ കത്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക് കാണാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിങ് വെച്ചു എന്ന് പറയുന്ന സമയത്ത് വാട്സാപ്പ് ഇല്ല. എന്നിട്ട് നമ്മുടെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പെട്ടെന്ന് വിശ്വസിച്ച ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു ഫാക്ട് ചെക്ക് ഇല്ലാതെ ആൾക്കാർ ഇത് ആധികാരികമാണെന്ന് വിശ്വസിച്ച് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നും എന്നും. നമ്മുടെ മൊബൈലിൽ ഇന്ന് AI ആപ്പുകൾ വരെ, അല്ലെങ്കിൽ ChatGPT പോലത്തെ ആപ്പുകൾ വരെ നമുക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ വന്നിട്ടും ഒരു ന്യൂസ് ഫേക്ക് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ബോധർ ചെയ്യുന്നില്ല. നമുക്കിത് 10 പേർക്കെടുത്ത് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം, ആ സമയത്തിൻ്റെ പകുതി മതി ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ. നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ആയിരിക്കും എന്ന് കേട്ടങ്ങ് അസ്യൂം ചെയ്ത് ഇന്ത്യയുടെ ജനഗണമനയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നാഷണൽ ആന്തം UN അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എനിക്കിത് അയച്ചു തന്നിട്ട് ചോദിക്കും, റെപ്യൂട്ടഡ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്, ഇത് ശരിയാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടുപിടിക്കാനും നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. എന്നിട്ടും നമ്മളിത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് വരുന്നത്. ഇന്നത്തെ ഇതിൻ്റെ സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് ഞാൻ പറയാം. ചില ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഇതിൽ AI ജനറേറ്റീവ് AIയിൽ നിന്ന് വരുന്ന ഇമേജസ് ഇടും. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് അവിടെ വെച്ചിട്ടുണ്ടാവും ഭിത്തിയിൽ. ഇതിന് മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ആ പെൺകുട്ടിക്ക് 2 കയ്യും ഇല്ല. ഇത് AI ജനറേറ്റഡ് ആണ്. എന്നിട്ട് ഈ 2 കയ്യും ഇല്ലാത്ത പൊന്നുമോൾ വരച്ച ചിത്രമാണിത്. മോൾക്ക് എത്ര ലൈക്ക് നോക്കുമ്പോൾ 30,000, 50,000, 60,000 ലൈക്കാണ്. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളിതിനെ ബോധേഡ് അല്ലാത്തത് കൊണ്ടാണ്.
നമ്മൾ ഈ ആൾക്കാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി മോൾക്ക് എല്ലാം നല്ലത് വരട്ടെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതേപോലത്തെ സാധനങ്ങൾ നിരന്തരം വരും. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ വിവാഹമോചിതയായ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഈ പൊന്നുമോളെ പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് എത്ര ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ വളരെ കരുണാമയമായിട്ട് ഇങ്ങനെ അതിനകത്തിൽ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് ഇത്രയും വന്നതിന് ശേഷവും ആൾക്കാർ ഇതിനിപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും ഇതിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ ബോധേഡല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു വാർത്ത വന്നാൽ നമ്മളിത് ശരിയാണോ അല്ലയോ എന്ന് നോക്കുക. നമുക്കൊരു നിയമം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്റ്റ്, ഈ ഇന്ത്യ മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. ആ നിയമത്തിൻ്റെ ബില്ലിന് 2-3 പേജേ ഉള്ളൂ. അതിനകത്ത് ഈ റെലവൻ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ 2-3 പാരഗ്രാഫേ ഉള്ളൂ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടേ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നിട്ട് അത് വെച്ചിട്ട് അല്ല ആക്കുന്ന ആൾക്കാർക്ക് അജണ്ടയാണെന്ന് പറയാം. അവർ വായിച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ അവരെ വെറുതെ വിട്ടേക്കും. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിയാണ്. ആക്കുന്ന ആളിൻ്റെ അജണ്ടയുണ്ട്, അതൊക്കെ. പക്ഷേ അതല്ലാതെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ബോധേഡല്ല. പകരം എന്ത് ചെയ്യും, ഈ അവരോട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ എടുത്തിട്ട് ആ കാര്യങ്ങളെ ഓരോന്നും വീണ്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതങ്ങനല്ലേ ഇതിങ്ങനാണോ എന്ന രീതിയിൽ പറയുക. നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും പൗരത്വം പോയോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയോ? ഇത്രയും കാലമായില്ല. അത് മനസ്സിലായാലും ഞാൻ ആഗ്രഹിക്കുന്ന മീനിങ് ആരാണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലൊരു വൾണറബിൾ കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഈ കേസുകളിലെല്ലാം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ എന്താ ചെയ്യുക, അവരെ പിന്നെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള നെറേറ്റീവ്. സത്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നത് എന്താ, അന്ന് പറഞ്ഞിരുന്നത് എന്താ, BJP ഇവിടെ മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. BJP എവിടെയെങ്കിലും പറഞ്ഞോ ഇത് മുസ്ലിങ്ങളെ പുറത്താക്കാനാണെന്ന്? BJP പറഞ്ഞത് എന്താ, അന്നും പറഞ്ഞത് എന്താ, ഇതാരെയും പുറത്താക്കുന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ ഇത് പുറത്താക്കാണെന്ന് പറഞ്ഞ് സത്യത്തിൽ ഭീതി വിതയ്ക്കുന്നതാരാ? മറ്റുള്ള പാർട്ടിക്കാരാ. അതുകൊണ്ടാണ് ആ ആൾക്കാർക്ക് ഭീതി വിതയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പെൻഡാവാലന്റ് വാക്സിൻ വെച്ചാൽ, റുബല്ല വാക്സിൻ വെച്ചാൽ ഇസ്രായേൽ കൊണ്ടുവരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? വാക്സിൻ വിരുദ്ധ ലോബിയില്ലേ? വാക്സിൻ വെക്കാത്തവരില്ലേ? അത് എൻറ്റയർലി ഒരു വേറൊരു വിഷയമാണ്. അത് ചിലപ്പോൾ അവരുടെ ഡീപ് റൂട്ട് ഇതില് BJP പറഞ്ഞതോ BJP കൊണ്ടുവരുന്നതോ കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല. അതിന് വേറെ രീതിയിൽ വളച്ചൊടിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അത് BJP അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ആയിട്ട് അങ്ങനെ ആയിക്കൂടുന്നില്ലേ? BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം അത് തന്നെയാണ്. അതെ, അതാണ് ഡൗട്ട്. കാരണം ഇതിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് 2-3 പാരഗ്രാഫാണുള്ളത്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായാലും മനസ്സിലാക്കരുത് എന്ന് പറയുന്ന ഒരു ബോധമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനാണ് നമ്മൾ ഈ വളച്ചൊടിക്കുക എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ വളച്ചൊടിച്ചിട്ട് അന്ന് രസകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യം പൗരത്വ രജിസ്റ്റർ വരും. പൗരത്വ രജിസ്റ്റർ വരുന്നതിന് ഇതല്ല വേണ്ടത്, അതിന് മറ്റൊന്നാണ് വേണ്ടത്. അതിന് നിങ്ങളുടെ അപ്പൂപ്പൻ്റെ രേഖകൾ വേണം. അപ്പോൾ ആ രേഖ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് പൗരത്വ രജിസ്റ്ററിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ നിയമം വരുമ്പോഴത്തേക്ക് നീയൊക്കെ പോയി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ എത്ര നിന്ദ്യമായിട്ടുള്ള കാര്യം. എന്നോട് വ്യക്തിപരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൻ്റെ മുന്നിൽ ഒരു വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു തട്ടുകടയുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ രാത്രിയിൽ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ വാങ്ങാൻ ഓർഡർ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ ഈ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് നിന്നിട്ട് എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഈ പുള്ളി ഇങ്ങനെ ചിറഞ്ഞ് നോക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഈ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ശ്രീജിത്ത് പണിക്കരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വലിയ നന്ദിയുണ്ട്, കാരണം നിങ്ങളുടെ ചർച്ചകൾ നമ്മൾ ഇതിനകത്ത് നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ, പുള്ളി തിരുവനന്തപുരത്തുകാരനല്ല, നാട്ടിൽ എൻ്റെ ഉമ്മയും മറ്റും ഈ സാധനം കേട്ടു. കാരണം പാർട്ടിക്കാർ ഇവരുടെ വീടുകളിൽ വന്ന് പ്രചരണം നടത്തിയതാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ രേഖകളെല്ലാം എടുത്തിട്ട് ഈ തലയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് തന്നെ. ഏത് നിമിഷവും മോദിയുടെ പോലീസ് വരുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ മോദിക്ക് പോലീസില്ല, സ്റ്റേറ്റിനെയാണ് വരുന്നത്, മോദിക്ക് പോലീസില്ല. അപ്പോൾ അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഇത് കേട്ടപ്പോഴാണ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്ന കുറേ ഡൗട്ട് പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഏതോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതായത് ആർക്കെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടായി. നമ്മൾ ഒരാളിന് ഇൻഫർമേഷൻ കിട്ടുന്നതും അത് ഒരാളിന് ഗുണമായിട്ട് വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇൻഫർമേഷൻ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാളിന് ഗുണമുണ്ടാവും. ചെറിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, ഈ നിരീക്ഷണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി ഒരു 4 കൊല്ലം മുമ്പ് നിരന്തരമായി ഭീഷണി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പ് വരെ നിരന്തരമായി നിന്നെ കൊല്ലും, നിൻ്റെ വായിൽ കൊടി കുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ കുറേ സാധനം ഉണ്ടല്ലോ. അതിൽ എനിക്ക്
രസകരമായി തോന്നിയെന്ന് വെച്ചാൽ ഇവരുടെ മണ്ടത്തരത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കും. ഫേക്കൊന്നുമല്ല, സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കും. അപ്പം വിദേശത്തുള്ളവരുണ്ട്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയാം. ഇവിടെയുള്ള ആൾക്കാർ, ലോക്കലായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വന്തം ഇതിനകത്തിൽ നിന്ന് മെസ്സേജ് അയക്കുകയും വോയിസ് മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു സമയത്ത് മാത്രം ഞാനതിനൊരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത് എനിക്ക് കിട്ടിയിരുന്ന കുറേ സെറ്റ് ഓഫ് നമ്പറുകളെല്ലാം കൂടെ അവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് അന്ന് പോലീസുകാർ ഇവിടെ എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തത് നമുക്ക് ഓരോ ജില്ലയിൽ നിന്ന് ഓരോരുത്തരെ വീതം പൊക്കിയാലും എന്താണ്. അങ്ങനെ അവർ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാ ജില്ലയിലും വളരെ സമത്വ സുന്ദരമായ കേരളമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പ്രസ് ചെയ്തിട്ട് അവരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്നുള്ള താല്പര്യമൊന്നും എനിക്കില്ല. പക്ഷേ അപ്പോൾ ഈ പോലീസുകാരെന്നോട് പറഞ്ഞത് ഇതൊരു ട്രെൻഡാണ്, ആൾക്കാരെ വിളിച്ചിട്ട് അധിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറഞ്ഞ ഐഡിയലി ഇവരെ നമ്മൾ വിളിച്ച് വരുത്തണം. അപ്പോൾ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവരവിടെ എത്തുന്നത് വരെയുള്ളവരുടെ ഒരു പ്രോസസ്സ്, ആ ലൈഫുണ്ടല്ലോ. ഇപ്പം നാളെ മറ്റന്നാൾ എനിക്ക് പോകണം, അവൻ രാത്രി ഉറങ്ങത്തില്ല, എന്നിട്ട് അവൻ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ളവൻ്റെ ഒരു യാത്രയൊക്കെ ഉണ്ട്. അത് തന്നെ അവനൊരു ലേണിങ്ങാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറയും, അപ്പോൾ ഒരു 10 പേരെങ്കിലും ചുരുങ്ങിയത് ഈ പരിപാടി അങ്ങ് നിർത്തും. അപ്പോൾ അതൊരു ഗുണമാണെന്ന് അന്ന് എൻ്റെ അടുത്ത് ഈ പോലീസുകാർ തന്നെ പറഞ്ഞത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഇൻഫാക്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ഇല്ല, പേടി അങ്ങനെയാണ് നമ്മളിതിന് വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറയുന്നത് അല്ല, അത്രയും വളരെ പേരൻസിനൊക്കെ, പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ പേടിയൊക്കെ തോന്നിയിട്ടുണ്ട് പണ്ട്. ഭയങ്കര അഗ്രസീവായിട്ടാണല്ലോ ചില. ഞാൻ പറഞ്ഞത് നമ്മൾ അഭിപ്രായം പറയുന്നതിന് പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ അതിന് നമ്മൾ പൊളിറ്റിക്കൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ ഐക്കൺസ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെതിരെ ആണ് പറയുന്നത്. അപ്പം അവർക്ക് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധം, ഐ മീൻ അങ്ങനെയുള്ള അണികളുണ്ട്, അവർ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ ഫാൻസ് വേറെയുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ വിദ്വേഷം വരുത്തുക എന്ന് പറയുന്നതിനപ്പുറം ഒരു ഭയം തോന്നിയിട്ടേ ഇല്ല. ഞാൻ എല്ലായിടത്തും യാത്ര ചെയ്യുന്ന ആളല്ലേ, എനിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല. ഞാൻ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും സ്ഥിരം എല്ലായിടത്തും യാത്ര ചെയ്യുന്ന ആളാണ്. പിന്നെ എനിക്ക് അതിനകത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. തന്നെയല്ല, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഒരാൾ മോശമായിട്ട് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇൻഫാക്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, CPM-ൻ്റെ നേതാക്കന്മാരുമായിട്ടല്ല, പ്രവർത്തകരുമായിട്ട് സ്നേഹം തന്നെയാണെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് ഒരാൾ പൊളിറ്റിക്കലി ഉള്ള ക്രിറ്റിസിസമാണ് എന്നതിനെപ്പറ്റി അറിയാം. പിന്നെ സാമാന്യബോധമുള്ള ഏതൊരാളിനും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമാകും. കാരണം നമ്മൾ പറയുന്നത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന്, ഒരു വ്യാജ സാധനത്തിനൊന്നും അല്ല പറയുന്നത്. ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് അവർക്ക് സ്വയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആരെങ്കിലും വാദിച്ച് തോൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, വാദിച്ച് തോൽപ്പിക്കേണ്ടുന്ന തരത്തിലുള്ള വിഷയങ്ങളില്ലല്ലോ. നമ്മളിപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അല്ല അങ്ങനെ അല്ല, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇപ്പം ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധിയല്ല, അതുകൊണ്ട് വേറൊരാൾ എൻ്റെ അടുത്ത് തിരിച്ച് ചോദ്യം ചോദിച്ചിട്ട് എന്നെ മുട്ടിക്കേണ്ട കാര്യം വരത്തില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ഈ ചോദ്യങ്ങൾ BJP-യോട് ചോദിക്കാം, കോൺഗ്രസിനോട് ചോദിക്കാം. നമ്മുടെ നാട്ടിലെ ജനത്തിൻ്റെ ഒരു ഭാഗമല്ലേ. ജനത്തിനോട് തിരിച്ച് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ BJP-കാരന് വന്നിട്ട് ജനത്തിനോട് നീ അങ്ങനെ കാണിച്ചില്ലടാന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. പരമാവധി പറ്റുന്നത് എന്താ, മറ്റേ പാർട്ടി അങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ എന്നോടത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തതും തെറ്റാ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉത്തരം മുട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആളിൻ്റെ ഒരു പ്രിവിലേജ്, ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അത് പറ്റത്തില്ല. കാരണം പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആളുകളാണോ ഇവിടെ ശരിക്കും പ്രതിപക്ഷമായിരിക്കുന്നത്? ഇപ്പോൾ കുറേ പേരുണ്ട്, ഇപ്പോൾ ശ്രീജിത്തുണ്ട്, അഖിൽമാരാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അഭിപ്രായം പറയുകയും അവരാണോ ശരിക്കും പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നത്, അതോ ഇവിടുത്തെ പ്രതിപക്ഷം അത്ര ചെയ്യുന്നു? പ്രതിപക്ഷ ധർമ്മം ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ കുറേ കാലമായിട്ടുള്ള വിമർശനമാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയത്തിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. പെട്ടെന്ന് അടുത്തത് വരുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകും, അങ്ങനെ മാറി പോവുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിലും നമ്മളൊരു ക്ലോഷറിലേക്ക് ഒരു വിഷയത്തിനെ എത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഇപ്പോഴത്തെ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ആലോചിച്ച് നോക്കുക. ആ വിവാദങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു മീനിങ് ഫുൾ കൺക്ലൂഷനിലേക്ക് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണവും ഇല്ല. ചർച്ചകൾ അവസാനിച്ചു പോയി. ചർച്ചകൾ വരിക, കുറച്ച് കഴിയുമ്പോൾ സർക്കാരിന്റെ കാലത്ത് കുറെ വിഷയങ്ങളിൽ സ്പ്രിംഗ്ലർ അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല, അത് ഞാൻ പറയുന്നത് വെച്ചാൽ അത് കുറേ എണ്ണം കേസുകളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ കേസ് പയ്യെ പോകുന്നുണ്ട്, അത് വേറൊരു വിമർശനം. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാത്ത മറ്റു വിഷയങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് തന്നെ കാണുന്നു, കുറേ അവതാരങ്ങൾ വരുന്നു, കത്ത് വിവാദം വരുന്നു. അപ്പം പാർട്ടി ഇതിനകത്തിൽ ഇടപെട്ടിട്ടുണ്ടോ?
പാർട്ടി ചില ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് ഇതൊന്നും ഒരു കൺക്ലൂഷനും ഇല്ല. ഇപ്പം നമ്മളെല്ലാവരും ഓർക്കുന്ന കാര്യമാണ് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ വേക്കൻസിക്ക് പാർട്ടിയിൽ നിന്ന് ലിസ്റ്റ് തരൂ എന്ന് മേയർ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കത്തയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം വന്നു. എന്തായി അത്? അതിൽ വന്ന അന്വേഷണ കമ്മീഷനും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. എത്രയോ നാൾ കഴിഞ്ഞു. സാധാരണ ഒരാളിൻ്റെ അടുത്ത് കൊടുത്ത ഒരാഴ്ച കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന കേസല്ലേ. ഇവിടെ ഒരു യദു എന്ന പേരിലുള്ള ഒരു KSRTC ഡ്രൈവർ താൽക്കാലിക ജീവനക്കാരൻ മേയറോട് മോശമായി ആംഗ്യം കാണിച്ചു എന്ന പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എത്ര കാലം കഴിഞ്ഞു? എന്തായി അതിൻ്റെ കൺക്ലൂഷൻ? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിനൊന്നും കൺക്ലൂഷനില്ല, ഇതൊന്നും അവസാനം. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് വിഷയം വന്നാലും 4-5 ദിവസം അതവിടെ നിൽക്കും. ആ സീസണിൽ എന്ത് കിട്ടുന്നു അടൂർ ഗോപാലകൃഷ്ണൻ എന്തായി? അടൂർ ഗോപാലകൃഷ്ണൻ വിഷയം വന്നു, വിവാദം ഉണ്ടായി. എന്തായി? വേടൻ എന്തായി? വിനായകൻ എന്തായി? ഞാൻ പറഞ്ഞു ഇതിലൊക്കെ സർക്കാരിൻ്റെ ഒരു പൊസിഷനുള്ള വിഷയങ്ങൾ കൂടിയാണ്. വിനായകൻ കവിത എഴുതിയെന്നാണ് വിനായകൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു ലൂപ്പ് ഹോൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് പല വിഷയങ്ങളിൽ നമ്മൾ പലരെയും സംരക്ഷിക്കാനും അല്ലാതെ പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ചിലത് സാമൂഹ്യ വിഷയങ്ങളാണ്. പക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്തിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളിലല്ല അദ്ദേഹം പഠിച്ചത്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ആളാണ് വി ശിവൻകുട്ടി. അപ്പോൾ കേരളത്തിലെ സ്കൂളിൽ പഠിച്ച ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമേ നമ്മുടെ ഒരു മന്ത്രി അഭിപ്രായം പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാകുന്ന സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഒരു മീനിങ് ഫുൾ കൺക്ലൂഷനിലേക്കോ ആൾക്കാരുടെ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു മെമ്മറിയിലേക്കോ വെക്കാൻ പോലും നമ്മുടെ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രതികരണം കൊടുക്കുക എന്നിടത്ത് തീർന്നു എന്നാണ് ഇവരെല്ലാവരും കരുതുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവർ TV വെച്ച് നോക്കും, TV-യിൽ ഇന്നതാണ് വിഷയം, വൈറ്റ് കൊടുക്കുന്നു, കഴിഞ്ഞു. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഇത്തിരി കടന്ന കൈയാണെങ്കിൽ പോലും CPM ഇരിക്കുമ്പോഴാണ് അവർ മാത്രമാണ് ഒരു വിഷയത്തിനെ വിഷയമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് ജനകീയ പ്രശ്നങ്ങൾ നോക്കും. ഇന്ന് നമ്മൾ ആശാസമരം ചർച്ച ചെയ്യുന്നുണ്ടോ? അതെ. പക്ഷേ അവരിവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവരുടെ പ്രശ്നം ഇവിടെ തീർന്നോ? ആരാ ഏറ്റെടുത്തേ? BJP ഏറ്റെടുത്തോ? കോൺഗ്രസ് ഏറ്റെടുത്തോ? എവിടെയാണ് ഇവർ സംസാരിക്കുന്നത്? വൈകുന്നേരത്തെ ചർച്ചകളിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയില്ല. നമ്മളെപ്പോലെ ഒരാളായിട്ടാണ് അവരെ കാണുന്നത്. നമ്മൾ ആക്ടിവിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ അഭിപ്രായം പറയുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് അഭിപ്രായം പറയാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ കഴിയുന്നില്ല. BJP കേന്ദ്ര സർക്കാർ അവരുടെ കോൺട്രിബ്യൂഷൻ മാറ്റി, കോൺട്രിബ്യൂഷൻ കൂട്ടി. അത് നല്ലൊരു സ്റ്റെപ്പായിട്ട് പറയാം. പക്ഷെ അന്ന് ഇവിടെ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ആദ്യം BJP കൂട്ടട്ടെ, അപ്പോൾ നമ്മൾ കൂട്ടാമെന്ന് പറഞ്ഞു അല്ലേ? കേന്ദ്രം ആദ്യം കൂട്ടട്ടെ, എന്നിട്ട് നമ്മൾ കൂട്ടാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും കൂട്ടിയോ? എന്നിട്ട് നിങ്ങളെ ഇത് വരെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടായോ? ഇല്ല. ഞാൻ പറഞ്ഞത് മറന്നു പോകാൻ പാടുണ്ടോ? കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണത് മറന്നു പോകാമോ? പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അത് മാത്രമല്ല, സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുന്ന സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു, മാനഭംഗം ചെയ്യപ്പെടുന്നു. എന്തായി? ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് വിഷയങ്ങളാണ് ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇനി ഇതുണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഹാരിസ് ഡോക്ടറിൻ്റെ വിഷയം നോക്കൂ. എന്താ വിഷയം? അദ്ദേഹത്തിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേയധികം ആൾക്കാർ നോക്കുക. ഇവരാരാ? നമ്മുടെ ജീവൻ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് കൊടുക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പലും അവിടുത്തെ സൂപ്രണ്ടും ഒക്കെ അല്ലേ? അവരിരുന്നിട്ട് പറയുകയാണ് ഇതാ ഇത് ഇങ്ങനെയാണ് മറ്റെയാണ് മറിച്ചാണെന്ന് പറഞ്ഞ്. അപ്പോൾ വാദി പ്രതിയായി മാറുന്ന മാത്രമല്ല അദ്ദേഹം നിസ്സഹായനായി പറയണം ഞാൻ സൈക്യാട്രി ചികിത്സയിലായിരുന്നു. അതൊരു ഗതികേടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് ഫോൺ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പ്ലെയിനായിട്ട് കാണിക്കുക. ഇത് ബിഹൈൻഡ് ദ കർട്ടൻസ് ആണെങ്കിൽ വേണ്ടതല്ല, ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പൊതുബോധത്തിന് എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതിലെ പ്രതികരിക്കേണ്ടത് ആരാ? നമ്മളാണോ? നമ്മളല്ല പ്രതികരിക്കേണ്ടത്. അതിനാണ് പ്രതിപക്ഷം ഉള്ളത്. ആ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനീതികൾ എവിടെയുണ്ടോ അത് പറയുക, എടുക്കുക. വീണ ജോർജിനെ പോലെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു മന്ത്രി വേറെ ഏതെങ്കിലും ഒരു വകുപ്പിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരോഗ്യവകുപ്പിൽ ഇതുപോലെ വേറൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇപ്പോഴും എന്താ? ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളിന് ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ടീച്ച് ചെയ്യാനെങ്കിലും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താ? ഓട്ടോമാറ്റിക്കലി ജനം അടുത്ത് കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ എടുക്കുമായിരിക്കും. അങ്ങനെയാണോ വേണ്ടത്? അടുത്ത തെരഞ്ഞെടുപ്പിന് വന്ന് ഒരു വീട്ടിൽ മുട്ടിയിട്ട് ഒരു പ്രകടന പത്രിക കൊടുത്തിട്ട്
ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് നിനക്ക് വോട്ട് ചെയ്യുന്നതെന്ന് ഒരാൾ തിരിച്ച് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ റൂളിംഗ് പാർട്ടി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് ഇഷ്ടം പോലെ, അവരുടെ കൊട്ടയിൽ കൊള്ളില്ല. ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പൊ കെട്ടിടം വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത് ചെറിയ സംഭവമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് കെട്ടിടം വീണ ആൾ മരിച്ചു എന്ന് പറയുന്നത് എത്ര ഗുരുതരമായിട്ടുള്ളൊരു സംഭവം എന്നാലോചിച്ച് നോക്ക്. ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുന്ന 2 മന്ത്രിമാർ അവർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ കെട്ടിടം എന്താ അതിൽ പ്രവർത്തിക്കുന്നില്ല വാർഡെന്ന് പറയുക. തൊട്ടപ്പുറത്ത് നിന്നൊരു ഡോക്ടർ മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അവർ പറയുകയാണ് ഇതിനകത്തിൽ ഇഷ്ടംപോലെ വാർഡുണ്ട്, അതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്ന് പറയുക. അപ്പം ഞാൻ പറയുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ ഉടനെ പ്രതികരിക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ അവിടെ വന്ന് നിന്നിട്ട് ഇത് ഞാൻ എന്തോ ചെയ്യാൻ എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് നിങ്ങൾ രേഖാമൂലം അവിടെ റിപ്പോർട്ട് ചോദിച്ച് അവിടെ നിന്ന് കിട്ടിയ കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ പ്രതികരിക്കാം എന്ന് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ കാണിച്ച അബദ്ധം എന്താ? ഈ കെട്ടിടത്തിൽ വാർഡില്ലായിരുന്നു, അതിന് ബലക്ഷയമായിരുന്നുകൊണ്ട് അതിനെ മാറ്റി നിർത്തി, പിന്നെ അവിടെ ഒരാളും അതിനിടയിൽ പെട്ടിട്ടില്ല, ആ കെട്ടിടം ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മളിൽ പലരും അത് മറന്നില്ലേ? സത്യം പറഞ്ഞാൽ അന്ന് ഇത് വലിയ കത്തിച്ച വിഷയമാണ്. ആ പാവപ്പെട്ട സ്ത്രീയുടെ മൃതശരീരം അവരുടെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ കണ്ടതാണ് നമ്മൾ. അത് കണ്ട സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഹൃദയവേദനയുണ്ട്. അവരങ്ങനെ മരിക്കേണ്ടതായിരുന്നല്ലോ. നമ്മൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുക, അവരുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇത് അവർ ആർക്ക് വേണ്ടിയിട്ടാണ് വന്നത്? അവരുടെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെച്ച് അവരുടെ ജീവൻ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ലാത്തടത്ത് അത് നഷ്ടപ്പെടുകയും ഒരു പക്ഷേ അവിടെ ആൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും അതിനെ ഒരു വിഷയമായി കൊണ്ടുവരുന്നതിനും അതിൻ്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുന്നതിനും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലേ? ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള സംഭവത്തിനെല്ലാം അവസാനം വീട് വെച്ച് കൊടുത്താൽ മതി. ഒരു സ്കൂളിൽ നമ്മൾ കണ്ടതല്ലേ ഇലക്ട്രിക് ലൈൻ താന്ന് കിടന്നുകൊണ്ടൊരു പയ്യൻ തട്ടി മരിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? എന്തിനാ ഇതിൻ്റെ മണ്ടേ കയറുന്നുള്ള രീതിയിൽ വലിഞ്ഞു കയറിയത് കൊണ്ടാണ് ഉണ്ടായത്. സ്കൂളാണ് ഇത്, കാഴ്ചബംഗ്ലാവല്ല. അത് മാത്രമല്ലെന്നേ, ഇവിടെ ഒരു പാവപ്പെട്ട കർഷകന്റെ വാഴ മുഴുവൻ ഈ ഇലക്ട്രിക് ലൈനിലേക്ക് ഇതാ തട്ടാൻ പോണു എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞ നാട്ടില് ഒരു സ്കൂളിൽ ഇങ്ങനെ കിടക്കുവാണ് ഇത്ര കാലമായിട്ട്. ഞാൻ പറഞ്ഞ ഒരു ദിവസം ഏരിയയിലൊന്നുമല്ല. അല്ല, ഞാൻ ഒരു കാര്യം പോകുന്ന ഒരു സാധാരണ കോമൺ ഒരു പാസേജിൽ നിന്ന് ആണ് ഇത് സംഭവം. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. അതായത് അതവിടെ ഒരു സൈക്കിൾ എന്തോ വെക്കുന്ന ഷെഡിൻ്റെ മുകളിൽ കൂടിയാണ് വർഷങ്ങളായിട്ട് അതവിടെ കിടക്കുന്നു എന്ന് പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഇതവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഇവർ ഈ ലൈൻ ഓഫ് ചെയ്യുകയും ഇതിൻ്റെ പണി നടത്തുകയൊക്കെ ചെയ്തിട്ട് അവിടെ ആൾ വന്നിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മുകളിൽ നിന്ന് ശൂന്യാകാശത്ത് നിന്ന് ഇടുന്നതൊന്നും അല്ലല്ലോ ഈ ലൈനൊന്നും. ഇനി അഥവാ അതിന് ശേഷമാണ് ഈ ഷെഡ് വന്നതെങ്കിൽ ആ ഷെഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടെങ്കിലും ഇവർ ഈ ലൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടെ അല്ലേ? അപ്പോൾ ഇതിങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലേ? അപ്പോൾ ഒരു നാട്ടിലുള്ള ഒരാളിൻ്റെ ജീവന് വിലയില്ല. ഫയർ ആൻഡ് സേഫ്റ്റി ചെക്കിങ് സ്കൂളുകൾക്കൊക്കെ വേണ്ടേ? ഇത്രയും കുട്ടികൾ പഠിക്കും. ഞാൻ പറഞ്ഞത് എപ്പോൾ വേണം? നമുക്കിത് ഇതുവരെ അറിയില്ലായിരുന്നെങ്കിൽ ഇനിയെങ്കിലും വേണം. നടത്തിയോ നമ്മൾ അങ്ങനത്തെ ഒരു സേഫ്റ്റി ഓഡിറ്റ്? ഞാൻ പറഞ്ഞത് അവിടെയാണ് പ്രതിപക്ഷം. അതായത് പ്രതിപക്ഷം അതിനൊരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് ഇത്ര ദിവസത്തിനകം ഇത് ചെയ്യൂ. അപ്പോൾ അന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നിരുന്നു ഈ ഇലക്ട്രിക് ലൈനിൻ്റെ. അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. അന്ന് ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? ഇത് ആരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതായിരുന്നു. ഇത് ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണോ, തദ്ദേശ ഭരണ വകുപ്പിൻ്റെ കീഴിലുള്ളതാണോ, അവിടെയുള്ള വില്ലേജിൻ്റെ ഉത്തരവാദിത്തമാണോ, KSEBയുടെ ഉത്തരവാദിത്തമാണോ, ഇനി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണോ? ഇങ്ങനെ 4 പേരുടെ പേരിൽ കിടന്നിട്ടാണ് ഈ കളി നടക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്, ആരാണിത് ചെയ്യേണ്ടത്? അന്ന് ചർച്ചയിൽ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ഒരിടത്തെ പ്രശ്നമല്ല. ഇതേപോലെയുള്ളതോ ഇതിനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷനുള്ള നിരവധി സ്ഥലങ്ങൾ വേറെയും ഉണ്ടാവാം. നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആര് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളിതിൻ്റെ ഉത്തരവാദിത്വം സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിക്കുക. സർക്കാർ ഒരു സർക്കുലർ ഇറക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ പിള്ളേരോട് പറയേ, നിങ്ങളുടെ സ്കൂളിൽ അപകടകരമായ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്കൂൾ പിള്ളേർ വോളണ്ടിയർമാരാവത്തില്ലേ? അവരെക്കാൾ കൂടുതൽ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് വേറെ ആർക്കെങ്കിലും പറയാൻ കഴിയും? സ്കൂളിൻ്റെ എവറി ന്യൂക്ക് ആൻഡ് കോർണറിൽ പോയിരിക്കുന്ന ഈ പിള്ളേർക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞാൽ അവരെ ഉപയോഗിക്കൂ. അപ്പോൾ എന്താ പ്രശ്നം? കംപ്ലൈൻറ്റുകളുടെ ബാഹുല്യമായിരിക്കും. ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് ചെയ്തു കഴിഞ്ഞാൽ പണി പാളും. ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ തൊലിപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് വെക്കാതെ ഇതെങ്ങനെ ഒട്ടിച്ചു വെക്കാമെന്ന രീതിയിൽ മാത്രമാണ് സർക്കാർ ചെയ്യുക. അല്ല, ഇത്തരം കാര്യങ്ങൾ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് നടക്കുന്നതെങ്കിൽ, സാധാരണ ഷോപ്പിലൊരു ബിൽഡിംഗ് കോംപ്ലക്സിലൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ലോക്കൽ ബോഡിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഈ സിസ്റ്റം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അല്ല, അതിശക്തമായിരിക്കും. നമ്മൾ അതിശക്തമായിരിക്കും മാത്രമല്ല, പിന്നെ അതോടുകൂടി അടച്ചുപൂട്ടി അവൻ്റെ ജീവിതമാർഗം മൊത്തം. കിറ്റക്സിൻ്റെ കാര്യം ഓർമ്മയില്ലേ?
അന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, കൂജയിൽ വെള്ളം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടപടി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ നമുക്ക് ഇവിടെ ഓരോ ലൈസൻസിനും അതിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം വളരെ കൃത്യമായിട്ട് പറയും. വെച്ചാൽ ഇതിൽ പലതും പാർട്ടി മാനേജ്മെൻറ്റാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ പ്രശ്നം അതായിരുന്നല്ലോ, ഈ സ്കൂളിലേതും കാര്യം അതായിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് ഈ പല കാര്യങ്ങളും ചെയ്യാവുന്നതിൽ വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കില്ല, ആരും ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ അവിടുത്തെ അധ്യാപകർ എൻ്റെ ഉത്തരവാദിത്വം ആവണമെന്നുണ്ടോ? ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ചുമതല എൻ്റേതല്ല. ഞാൻ അവിടുത്തെ ഉച്ചക്കഞ്ഞി തയ്യാറാക്കുന്ന ആളാണെന്ന് വെച്ചോ. എന്നാലും ഇത് കാണുന്ന സമയത്ത് എനിക്കൊരു മനുഷ്യൻ്റെ രീതിയിലൊരു ഉത്തരവാദിത്തത്തിൽ ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനോട് പറയണ്ടേ? ആ അധ്യാപകനല്ല ഇതിൻ്റെ ചുമതല, പക്ഷേ അധ്യാപകൻ ഇതിനെക്കുറിച്ച് അറിയുന്നു. ആ അധ്യാപകൻ അവിടുത്തെ പ്രധാന അധ്യാപകനോടോ മാനേജ്മെൻറ്റിനോടോ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ അത് ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്തമല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ആളെ പുറത്താക്കുകയും മരിച്ച കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലേ, അവരുടെ വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. എവിടെയെങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് സർക്കാർ ചെയ്തതോടുകൂടി സർക്കാരിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടാവാതിരിക്കാനല്ലേ നോക്കണ്ടേ? ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാവരുത്, ആ രീതിയിലാണ് ഉണ്ടാവണ്ടേ. നമ്മുടെ നാട്ടിൽ കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടല്ലേ, ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനുശേഷം ഈ സ്കൂളുമായി ചേർന്നിട്ട് ഇത്തരത്തിൽ കാടും പടപ്പും ഉള്ളതിനെ ഒഴിവാക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള എന്ത് പരിപാടി ചെയ്തു, അതിനെപ്പറ്റി നമ്മളൊരു റിപ്പോർട്ട് നമുക്ക് കാണാനുണ്ടോ? ഇല്ല. നാളെ ഒരിടത്ത് ഇതേ ദൗർഭാഗ്യകരമായ സംഭവം വീണ്ടും ഉണ്ടായാൽ നമുക്കെല്ലാം വലിയ രോഷം ഉണ്ടാവും, നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഇല്ലേ? ചെയ്യേണ്ടതാരാ? സർക്കാരാണ്, വകുപ്പാണ്. ഇവർ വെറുതെ വന്ന് രാഷ്ട്രീയം പറയുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ വകുപ്പിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ചെയ്യുവാണെങ്കിൽ സ്വീകാര്യത ഉണ്ടാവില്ലേ? അത് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പാമ്പിൻ്റെ ഇഷ്യൂവിന് ശേഷം ഒരു 1-2 വർഷത്തോളം കൃത്യമായിട്ട് ഇതിൻ്റെ ചെക്കിങ് നടന്നിരുന്നു. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൻ്റെ പ്രശ്നമല്ല, ഇത് ടൈം ബൗണ്ടാണ്. ഏത് കാര്യം ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഇപ്പോൾ ഈ ഇലക്ട്രിക് ലൈനിൻ്റേത് വന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ ചെക്കുകൾ നടക്കും. പക്ഷേ ഇത് പിന്നെ കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരിക്കും. ഇതിന് ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളും നോക്കുന്നതിന്, ഇത്ര അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്, പ്രത്യേകിച്ച് മഴക്കാലവും സ്കൂൾ തുറക്കുന്നതെല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സേഫ്റ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്കൂൾ കെട്ടിടങ്ങളിലും ഇല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയണം. അത് ഇതുവരെ നമ്മൾ ചെയ്തില്ല, പക്ഷേ ഇനി മുതൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലിമിറ്റഡ് പീരീഡിലല്ല, എന്നും നടക്കും. മെയ് അവസാനം റിപ്പോർട്ട് തരണം, സ്കൂൾ ഓക്കെ ആണോ? അതെ, ഇപ്പോഴും പറയുന്നത് എന്താ, സാങ്കേതികമായി ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഈ വണ്ടിയുടെ ഫിറ്റ്നസ് പോലെ, ഫിറ്റ്നസ് ചെക്ക് പോലെ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ അല്ലേ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ലേ, നമ്മൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ചിലപ്പോൾ പബ്ലിക്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആവണമെന്നില്ല. അത് നമുക്ക് കിട്ടുമ്പോഴേ അറിയുള്ളൂ. അത് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയ ആയിരിക്കും. ആ ഏരിയ മേ നോട്ട് ബി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, അത്രേ ഉള്ളൂ. അതിന് ഓൾറെഡി മറുപടിയൊക്കെ പറഞ്ഞതായിരുന്നു നല്ല രീതിയിലല്ലേ. ശ്രീജിത്ത് ഇങ്ങനെ ഈ ആർഗ്യൂ ചെയ്യുമ്പോഴേ വക്കീൽ അവൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്? ഇല്ല. എൻ്റെ അടുത്ത് ഇൻഫാക്ട് ഒരുപാട് വക്കീലന്മാർ തന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോ പഠിക്കൂ, രാഷ്ട്രീയക്കാർ ഇഷ്ടം പോലെ പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ചെയ്യൂ, നന്നായിരിക്കും. പക്ഷേ എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇത് ഞാൻ താല്പര്യത്തോടു കൂടി ചെയ്യുന്നൊരു സാധനമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. പഠിക്കാനായിട്ട് നമ്മളൊരു സാധനത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പം ഞാൻ 2 ആർഗ്യുമെന്റ് 2 രീതിയിലായിരിക്കും. എനിക്ക് രാജേഷ് കോടതിയിൽ ഇതേ രീതിയിൽ വാദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീജിത്ത് ചർച്ചയിൽ വാദിക്കുന്ന പോലെ കോടതിയിൽ ഒരു ദിവസം പോലും നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രീഡം കുറയും. ഇപ്പം ഒരുപാട് ഏരിയ എല്ലാം നമുക്ക് നിരീക്ഷിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു സയൻസ് ഡിസ്കവറിയെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താല്പര്യത്തോടു കൂടി വായിക്കും. പക്ഷേ ഇതേ സാധനം തന്നെ നമ്മുടെ പുസ്തകത്തിൽ അച്ചടിച്ച് പഠിക്കാനായിട്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ കണ്ട ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എന്തിനാണ് പഠിച്ചത് ഭഗവാൻ എന്ന് ഞാൻ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഈ ഓർഗാനിക് കെമിസ്ട്രി. പക്ഷേ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് താല്പര്യമില്ലാത്തൊരു സാധനം നമ്മൾ അങ്ങനെ പർസ്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനി നമുക്കിഷ്ടമുള്ള ഒരു സാധനമാണെങ്കിലും പഠിച്ച് ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി വ്യത്യാസമായിരിക്കാനുള്ള സാധ്യത. എനിക്കിപ്പോൾ ലോ ഇഷ്ടമാണ്, ആ ഇഷ്ടം ഞാൻ കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഡിഗ്രി എടുക്കുകയൊന്നും വേണ്ട.
പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പുതിയ നിരീക്ഷകരായിട്ട് വരുന്ന നമ്മളെ പിള്ളേരൊക്കെ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറേ കൂടിയിട്ടുണ്ട് അല്ലേ? പണ്ടൊക്കെ രാഷ്ട്രീയം നോക്കുക എന്ന് പറയുന്നത് 40 വയസ്സിന് മേലുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും വരുന്നുണ്ട്, ഇത് നിരീക്ഷിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അത് വളരെ ആധികാരികമായിട്ട് പറയാൻ ഇപ്പോൾ പറഞ്ഞ ഫാക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ശ്രീജിത്ത് പണിക്കർമാർക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്താ? അല്ല, ഉപദേശമില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഒരാളിനെ മോഡൽ ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് വരുന്ന സമയത്ത് എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത്, എനിക്ക് ഇപ്പോൾ ചർച്ചയിൽ വരുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് തട്ടിവിടാമല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം. അപ്പം ഞാൻ പറയുന്ന കാര്യം മൂന്നാമതൊരാളിന് വെരിഫൈ ചെയ്യാൻ പറ്റണം. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതില്ലാതെ പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് പറയാം, എന്ത് വേണേൽ പറയാൻ, നിലനിൽപ്പാണ്. പിന്നെ അവർക്ക് അവസരം തുടർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം അവർ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ്. നാളെ ഒരു വിഷയത്തിൽ ഇയാൾ കൊള്ളില്ലെങ്കിലും അയാളെ ആയിരിക്കും ചിലപ്പം ഒരു ചാനലിൽ വെക്കുക. അല്ല, അവർക്ക് അങ്ങനെ പറയാനും പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ അതല്ലാതെ നിൽക്കുന്ന ഒരാൾ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അയാൾക്ക് അക്സെപ്റ്റൻസ് വേണമെങ്കിൽ അയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കെങ്കിലും ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഉത്തരവാദിത്വത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് നമുക്കതിന് തെളിവുകളോ, അതിലിപ്പോൾ ഈ പറയുന്ന പോലെ ഡോക്യുമെൻറ്റുകളോ, ഫാക്റ്റോ ഫിഗറോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നം, നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പലരും ബ്ലണ്ടറൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇവരിത് കഴിഞ്ഞിട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാമെന്ന് കരുതുന്നുണ്ട്. ഇത് എല്ലാ കാലത്തേക്കും അവിടെ കിടക്കുന്ന സാധനം അവിടെ കിടക്കും. രണ്ടാമത്തെ കാര്യം, ഇത് കാണുന്ന ആൾക്കാരുടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് നമ്മുടെ ഇൻ്റലിജൻസിനേക്കാൾ എത്ര മുകളിലാണ്. ഇപ്പോൾ നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടാവില്ല, വാർത്തകളെ കൃത്യമായി അനലൈസ് ചെയ്ത് നല്ല പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്ന, ധാർമ്മികമായിട്ട് നല്ല അഭിപ്രായം പറയുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടുകാരോ പരിചയക്കാരോ ചിലപ്പം സുഹൃത്തിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയായിരിക്കും. ഇവരൊക്കെയാണ്, ഇങ്ങനെയുള്ള 10,000-കണക്കിന് ആൾക്കാരാണ് ഈ വൈകുന്നേരം ഈ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെക്കാൾ ബുദ്ധിമാന്മാരാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളൊരു സാധനം തട്ടിവിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ബ്ലണ്ടറായി പോകും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവരുടെ കളക്റ്റീവ് ഇൻ്റലിജൻസിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ അഭിപ്രായം പറയാം, ബോൾഡാകാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഞാനാണ് നിങ്ങൾ ഈ പറയുന്ന ഞാനാണ് നിങ്ങളെക്കാൾ സുപ്രീം എന്നൊരു ധാരണ, അങ്ങനൊരു അബദ്ധം അതാരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. കാരണം അതൊരു അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഫാക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരോടും തർക്കിക്കാം, എന്തും പറയാം. അപ്പോൾ അതിൻ്റെ പേരിൽ അതിലേക്ക് റിലേ ചെയ്യുക. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്തും ഒന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇല്ലയെന്നില്ല, പക്ഷേ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് കൂടി ഫാക്ട് ബേസ്ഡ് സംസാരിക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ആർഗ്യുമെൻ്റ് എത്ര ശക്തമാണെങ്കിലും നമുക്കതിനെ പൊളിക്കാനും പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പണ്ട് തന്നെ എഴുതിയിരുന്ന പുസ്തകത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അബദ്ധങ്ങൾ ഒക്കെ തന്നെ പറഞ്ഞത്. അത് ഒരു പോയിൻ്റ് റീച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അത് ഓണപ്പ് ചെയ്യാതെ മാർഗ്ഗമില്ല എന്ന രീതിയിലത്തേക്ക് വന്നു. അപ്പുറത്ത് ഒരു പുസ്തകം 10-12 എഡിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ മൊത്തം പൊട്ടത്തെറ്റായിരുന്നു എന്ന രീതിയിലത്തേക്ക് ഒരു ആരോപണം വരുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഫാക്റ്റ് പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ ചതുരവടിവിൽ സംസാരിച്ചത് കൊണ്ട് അതിനെ കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് ആൾക്കാർക്ക് ഫാക്റ്റിനെ പേടിയുണ്ട്. ഫാക്റ്റ് ചെക്ക് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളുടെ ഫാക്റ്റ് ചെക്ക് തെറ്റാണെന്ന് നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിഴിഞ്ഞത്ത് മറ്റേ പോർട്ടിൻ്റെ ഭാഗമായിട്ട് ആ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, ഉദ്ഘാടനത്തിന് മുമ്പ് അവിടെ പൂജ നടന്നിരുന്നോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് മനോരമ ഓൺലൈൻ ഒരു ഫാക്റ്റ് ചെക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ നടന്നിരുന്നു. ഞാനത് അന്വേഷിച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയ വിവരമെല്ലാം വെച്ചിട്ട് ഈ ഫാക്റ്റ് ചെക്ക് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ AI ജനറേറ്റഡ് ആണെന്നാണ് മനോരമ ഫാക്ട് ചെക്കിൽ അവർ പറഞ്ഞത്. ഈ ഫോട്ടോ AI ആണെന്നാണ്. അതിൻ്റെ അതേ വേറെ ഒരു ആംഗിളിലുള്ള ഫോട്ടോ, കിട്ടിയ ഫോട്ടോ ഉൾപ്പെടെയാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഒരു മാധ്യമ സ്ഥാപനത്തിന് ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് തെറ്റുന്നതാണോ അതോ പിന്നെ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു താല്പര്യമാണോ? അല്ല, അത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നല്ല വാർത്ത കൊടുത്തു എന്ന് പറയുന്ന ഒരു വശമാണ്, ഒരു ആർഗ്യുമെൻ്റാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിന്, മനോരമയൊക്കെ വളരെ പ്രൊഫഷണലി റൺ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനത്തെ സ്ഥാപനത്തിന് തെറ്റുവരുത്താതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും നിങ്ങൾ നിർബന്ധിച്ച് സ്റ്റോർ ചെയ്യാൻ. ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്തുള്ള പ്രോഗ്രാമിന്റെ പേര് ഫാക്ട് ചെക്ക്. ഇത് ഫാക്ട് ചെക്കാണ്. എന്നിട്ട് എത്ര തവണ അവർക്കത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. മാതൃഭൂമി, മീഡിയ വണ്ണിൻ്റെ ചെറിയ തെറ്റ് എനിക്ക് പ്രശ്നമല്ല.
പക്ഷേ മനോരമയും മാതൃഭൂമിയും ചെറിയ തെറ്റ് പോലും വരുത്താൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടുന്ന 2 മീഡിയ ഹൗസാണ്. നിങ്ങളെയൊക്കെ ജേർണലിസം പഠിപ്പിച്ചത് ഞങ്ങളാണ്, നിങ്ങളെയൊക്കെ വാർത്തകൾ എത്തിച്ചത് ഞങ്ങളാണ് എന്ന രീതിയിലത്തേക്ക് പരോക്ഷമായി പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, അവകാശപ്പെടുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ പാരമ്പര്യം, ഇപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പത്രമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? സ്പോട്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ലേ, നിന്നേക്കാൾ 10 ഓണം ഞാൻ കൂടുതലുണ്ട്, അതുകൊണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്ന പത്രമാണ് ഞങ്ങൾ. അതുകൊണ്ട് എന്താ, നിങ്ങൾ അന്നത്തെ വാർത്തയാണോ ഇപ്പോഴും അടിക്കുന്നത്? അല്ല, നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഇന്നത്തെ വാർത്തയുടെ പേരില്ല, അല്ലേ? സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, അന്ന് മഹാത്മാഗാന്ധിയുടെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധമാണെന്ന് പറഞ്ഞ് വീഡിയോ ഗെയിമിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശരി, അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ തെറ്റ് കാണിക്കാം എന്ന് പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞ പറയുന്നത് ഞങ്ങൾ 1800-കളിലുള്ളതാണ്, സ്വാതന്ത്ര്യ സമരകാലത്തുള്ളതാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിനെ കൂട്ടുക വേണ്ടത്. അതായത് ഞങ്ങൾ അന്ന് മുതലേ വളരെ റെസ്പോൺസിബിൾ ജേർണലിസത്തിൻ്റെ ആൾക്കാരാണ്, നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ വളർന്നു, അല്ലെങ്കിൽ ഞങ്ങളാണ് ഓതൻറ്റിസിറ്റിയാണ് വരേണ്ടത്. ആ ഓതൻറ്റിസിറ്റി ഇല്ലാതെ തെറ്റ് കാണിക്കുക, മണ്ടത്തരം കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഈ 2 സ്ഥാപനങ്ങളെയും ഒരേപോലെ വിമർശിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർക്ക് ചെറിയ തെറ്റ് പറ്റില്ല. മീഡിയ വണ്ണിൻ്റെ ചെറിയ തെറ്റിനെ ഞാൻ പറയില്ല, അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള പല വാർത്തകളിലെ അജണ്ടകളെയാണ് പറയാറുള്ളത്. പക്ഷേ മനോരമയും മാതൃഭൂമിയും അത് ചെയ്യരുത്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ മനോരമ മാതൃഭൂമി അങ്ങനെ ചർച്ചകളിൽ ബഹിഷ്കരിച്ചിരിക്കുക, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അവരെ എനിക്കറിയില്ല, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമുണ്ട്. അത് പൊളിറ്റിക്സിലുണ്ട്, മീഡിയയിലുണ്ട്, എല്ലാറ്റിലുണ്ട്, നമ്മളുടെ വ്യക്തികളിലുണ്ട്. അപ്പോൾ അവനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു കോമൺ അജണ്ട. അതെ, അല്ല, അത് ഇപ്പം ഞാനതിനെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിലെ ആൾക്കാർക്ക് ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ തർക്കിച്ചതിന്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ശ്രീത്ത് തോന്നിയിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് തർക്കിച്ചിട്ടില്ലേ പല വിഷയം? അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ശ്രീജിത്ത് പണിക്കർക്ക് അങ്ങനെ ഉണ്ടാവില്ല, മറ്റേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അല്ല, എനിക്കറിയില്ല, ആൾക്കാർക്ക് അത് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധവുമില്ല. ഉണ്ടായിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമല്ല. അല്ല, ഇത്തരത്തിലുള്ള എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ നമുക്ക് വേണ്ടേ? അതല്ലേ നമ്മളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഐഡിയലി യെസ്. അതായത് ഞാൻ പറയാം, ഒരു മാധ്യമ സ്ഥാപനം, ഈ മാധ്യമ സ്ഥാപനം എല്ലായ്പ്പോഴും വാർത്ത ക്യാരി ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ആരെയും പ്രകൃതിക്കല്ല ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുക. അവർ പ്രതിപക്ഷത്ത് നിൽക്കുക. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP-യുടെ പോളിസി ആണെങ്കിൽ പ്രതിപക്ഷത്തിരുന്നിട്ട് അവർ പറയും. അപ്പോൾ അവർ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കും. സംസ്ഥാനത്താണെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ അതിൻ്റെ പ്രതിപക്ഷ സൈഡ് പറയുമ്പോൾ അവർ കോൺഗ്രസിനെതിരായിരിക്കും. അപ്പോൾ മാധ്യമങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് ഞങ്ങൾ നിറവേറ്റുന്നത് പ്രതിപക്ഷ ധർമ്മമാണ് എന്ന് പറയാറുണ്ട്. എനിക്ക് അതിനോട് പൂർണ്ണമായ യോജിപ്പില്ല. കാരണം ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ കൊണ്ടുവരുന്നതെങ്കിൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അതിനെ അങ്ങ് തീർത്തോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു കോമൺ സെൻസിനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഇവരൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഈ ആൾക്കാരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാലോ നിങ്ങൾക്ക് ടോളറൻസ് ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ എന്നെ വിമർശിച്ചു, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന എത്ര മാധ്യമപ്രവർത്തകരാണ്, എത്ര മാധ്യമ സ്ഥാപനങ്ങളാണ്? എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. ഞങ്ങളെപ്പോഴും ശരിയാണ് എന്ന് പറയുന്ന, അതായത് എനിക്കെല്ലാവരെയും വിമർശിക്കാം. ഇപ്പം ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ ട്രോളിക്കോ. എന്നെ ആൾക്കാർ ട്രോൾ ചെയ്തുകൊണ്ട് ഇടുന്ന പോസ്റ്റുകളിൽ ഈ ഫോട്ടോസ് ഇല്ലേ, അതിൽ നല്ലതാണെന്ന് തോന്നുന്നത് ഞാൻ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അത് സ്റ്റോറിയാക്കി ഇടും, സാധനമായിരിക്കും. പക്ഷേ അതിലൊരു ഉണ്ടാവും, ക്രിയേറ്റീവ് സാധനമാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അതിനകത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് രസമാണ്, അത് നല്ലതാണ്, നല്ലൊരു തോട്ട് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ആ ടോളറൻസ് ഇല്ല. അപ്പോൾ പലരും എന്ത് ചെയ്യും? അവരെ വിമർശിക്കുന്ന ആൾക്കാർ, അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന ആൾക്കാരെ അവർ ഒഴിവാക്കും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും അവരുടെ കുറ്റം പറയും. അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. വളരെ നിസ്സാരമായിട്ടൊരു കാര്യം ഞാൻ പറയും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട് കേസ് പറഞ്ഞുകൊണ്ട് സ്ത്രീ പീഡന ആരോപണം എത്ര മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്? ആരെ റിപ്പോർട്ട് ചെയ്യുന്നത്? ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ്, ഞങ്ങൾക്കെതിരെ വരുന്ന സാധനമൊന്നും ഞങ്ങൾ പറയില്ല. വളരെ അപൂർവമല്ലേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ ആരോപണം നേരിടുന്ന ആൾക്കാർ ഇപ്പോഴും സജീവമായിട്ട്, ഞാൻ കൊടുത്താൽ നാളെ ചിലപ്പോൾ എൻ്റെ ധാവം കൊടുത്താലോ അതുണ്ടാവാം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഒരു കള്ളക്കളി കാണിക്കുന്നത്? അല്ലേ?
ആ ഒരു കള്ളക്കളി വേണ്ട. അത് നിങ്ങളും ക്രിട്ടിസൈസ് ചെയ്യപ്പെടണം. അല്ല ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവൻ്റെ എല്ലാം ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ളവൻ്റെ പറയരുത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പണ്ട് കാലത്ത് അടിച്ചിരിക്കുന്ന പോലെ വാർത്ത മാത്രമായിട്ട് പ്രസിദ്ധീകരിക്കണം. നിങ്ങളുടെ വ്യൂസ് ഒന്നും അതിനകത്തില്ല. കേന്ദ്ര സർക്കാർ 4 കാർഷിക നിയമങ്ങൾ അവതരിപ്പിച്ചു, പ്രതിപക്ഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പാടില്ല, എന്തിനാത് ചാനലിലും പാടില്ല. നിങ്ങൾ വാർത്തകൾ മാത്രം കൊടുക്കുക, സപ്ലൈ ചെയ്യുക, കിട്ടുന്നത് കൊടുക്കുക. എക്സാക്ട്ലി. ഇപ്പം ഈ വാർത്ത ഇൻഫർമേഷൻ പറയുന്നതിനെക്കാട്ടും അഭിപ്രായം പറയുന്നതാണോ കൂടുതലും? പണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിരുന്നു. പണ്ട് കാലത്ത് എനിക്കൊന്ന് ഞാനൊക്കെ പത്രം വായിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം പത്രത്തിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയം വരെയും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പത്രങ്ങളിൽ ഉൾപ്പെടെ വാർത്തയും വീക്ഷണവുമായിരുന്നു. ന്യൂസും വ്യൂസും രണ്ടായിരുന്നു. അപ്പോൾ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. പത്രത്തിന് വാർത്തയിലുള്ള അഭിപ്രായം എഡിറ്റോറിയൽ പേജിൽ കാണും, എഡിറ്റോറിയൽ ഉണ്ടാവും, ആൾക്കാരുടെ കോളംസ് ഉണ്ടാകും, പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർക്ക്, വായനക്കാർക്ക് പ്രതികരിക്കാൻ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഓപ്പെഡ് പോലെ കുറേയധികം ആൾക്കാരുടെ ഒപ്പീനിയൻ പോലത്തെ സാധനങ്ങളുണ്ടാവും. ഇത് മാത്രമായിരുന്നു. അപ്പോൾ ഈ 4-ാം പേജ്, സാധാരണ മാതൃഭൂമിയിലൊക്കെ 4-ാമത്തെ പേജ് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജാണ്. അപ്പോൾ അന്ന് അത് വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാർത്തയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഏത് വാർത്ത എത്ര ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും നമ്മൾ ഈ ചാനലുകൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നിയിട്ടില്ല. നമുക്ക് കൂടുതൽ കേൾക്കണം, അതിൻ്റെ വേറൊരു വ്യൂ ഉണ്ടെങ്കിൽ അത് അറിയണം എന്നുള്ളൊരു വിഷയമായിരിക്കത്തില്ല ചിലപ്പം കുറേ നേരത്തേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനത്തിൻ്റെ കോമൺ സെൻസിനെയോ കളക്റ്റീവ് ഇൻ്റലിജൻസിനെയോ വെല്ലുവിളിക്കാതിരിക്കുക, പറയുന്ന കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കുക, ആ പറയുന്ന കാര്യങ്ങൾക്ക് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം എന്ന് പറയാനായിട്ടൊരു സാധനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ളൂ. പിന്നെ മെമ്മറി എന്ന് പറയുന്നത് ദൈവാധീനമാണ്. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാലുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം, അതിനകത്തൊരു ഇതുമില്ല. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും അതൊക്കെ ഭാഷ ചിലപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം, പക്ഷെ മെമ്മറി പൂർണ്ണമായിട്ടും ദൈവാധീനമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഫോർ ഓർ എഗെയിൻസ്റ്റ് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിന്. ഞാൻ 4 ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എഗെയിൻസ്റ്റ് ആയിരിക്കും. ഞാൻ ആ വിഷയത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ 4 എന്താണ് എന്നാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തുള്ള ആൾ എന്താ പറയുന്നതെന്ന് അയാൾ പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും നല്ലൊരു നിരീക്ഷകനാകാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. അങ്ങനെ അക്കൗണ്ടബിളായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടാവാൻ വേണ്ടിയിട്ട്, അവരെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷകർക്ക് സാധിക്കട്ടെ. നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിരീക്ഷിച്ചിട്ട് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതൊരു സിസ്റ്റം, ഗവൺമെൻറ്റിനാവാം അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനാവാം, അവരെ ഓർമ്മിക്കുന്ന വിധത്തിൽ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ നിരീക്ഷിച്ച് പറയുന്ന തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിന് ഗുണേ ചെയ്യുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അത് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ബോധ്യമായതാണ് നമ്മുടെ കേരയിൽ വിഷയം ഉണ്ടായപ്പോൾ. അന്നുണ്ടായിരുന്ന ചർച്ചകളിൽ കൂടുതലും സാധാരണ വീട്ടമ്മമാരാണ് പങ്കെടുത്തത്. ഈ വീട്ടമ്മമാർക്ക് നമ്മൾ ഈ പറയുന്ന മറ്റ് പല സ്കില്ലുകൾ ഒരുപക്ഷെ ഉടനെ ഡേ ടു ഡേ ബേസിസ് അവർക്ക് പ്രദർശിപ്പിക്കാൻ മാർഗ്ഗമില്ല. ഫാക്ട്, ഫിഗർ, എക്സാക്ട്ലി ഭാഷാചാതുരി, മെമ്മറി, അപ്പുറത്തെ സൈഡിൻ്റെ വ്യൂ, ഈ പറയുന്നതെല്ലാം നമ്മൾ ഈ സ്ട്രക്ചറായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം. ഇതൊന്നും നിരന്തരം ഉപയോഗിക്കാത്ത സാധാരണ വീട്ടമ്മമാർ, അങ്ങനെയുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് എത്ര സുന്ദരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇൻഫാക്റ്റ് ഒരിക്കലും ഏഷ്യാനെറ്റിലൊരു ചർച്ചയുണ്ട്. ഞാനുണ്ട്, 3 വീട്ടമ്മമാരുണ്ട്. ഈ 3 വീട്ടമ്മമാരും 3 മതസ്ഥരുമാണ്. ഓരോരുത്തരും എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു, ഇവരാണ് വേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. കാരണം അത് ജനകീയ പ്രശ്നം, അവരുടെ പ്രശ്നമാണ്. അവരെക്കാൾ നന്നായിട്ട് അത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് നന്നായിട്ട് അത് പ്ലേസ് ചെയ്യാനും അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർ ഇടപെട്ട് വന്ന ചർച്ചകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരാൾ മതി, ആള് നമ്മുടെ ശ്രദ്ധ കിട്ടുമവർക്ക്, അവർ വളരെ കൺവിൻസിംഗ് ആയിട്ട് പറയും. അവരെ ഒരുപക്ഷെ ഇതിൽ ബോധമൊന്നുമല്ല, അതായത് ഒരു തുടക്കം വേണം, അതിൻ്റെ ഒരു കൺക്ലൂഷൻ അതുമില്ല. അവരെ അഗ്രീവ്ഡ് പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ നമ്മളിത് പഠിക്കുക, നമ്മളിത് മനസ്സിലാക്കുക. എൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ് മഞ്ഞക്കുറ്റി വീഴുന്നതെന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിത പ്രശ്നമായി. അപ്പം ഞാനതിനെപ്പറ്റി സംസാരിക്കും. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ടാവട്ടെ. ഈ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലാതെ കൂടുതൽ ആൾക്കാരും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Chapter 4. A chapter with endless stories.